സാർ, അപ്പം നമ്മൾ റെഡി ടു കുക്ക് പ്രൊഡക്ട്സ് ആണ് നമ്മളിപ്പോൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി അതിൽ കൂടുതൽ വേറെ എന്തെല്ലാം പ്രൊഡക്ട്സ് ആണ് ഇനി വിപണിയിൽ എത്താനുള്ളത്? ഇനി റെഡി ടു കുക്കിന് നമ്മളിപ്പോൾ റെഡി ടു ഈറ്റ് ഫുഡ് പ്രൊഡക്ട്സിലേക്കാണ് അടുത്ത നമ്മുടെ പ്രൊഡക്ഷൻ ലൈൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സാറ് സൈക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഓട്ടോയിലേക്ക് എത്തി, ഓട്ടോയിൽ നിന്ന് കാറിലേക്ക് എത്തി. ഇപ്പോൾ എത്രത്തോളം ഡെലിവറി വാൻസ് ആണ് നമുക്കുള്ളത്? ഇപ്പോൾ 15ഓളം ഡെലിവറി വാൻസ് ഉണ്ട്. അതായത് ഒരു സൈക്കിളിൽ നിന്ന് എത്തി അവിടെ നിന്ന് അതിൽ നിന്നും 15ഓളം ഡെലിവറി വാൻസിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിപണി അത്രത്തോളം വിപുലമാണ് അല്ലേ? ഈ ഒരു എക്സ്പാൻഷൻ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത് വൈക്കത്താണ്. ഇനി അതിൽ കൂടുതൽ എക്സ്പാൻഷനുടെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഇടാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള ഉദ്ദേശമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഉദ്ദേശം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ തരത്തിലും, അതായത് എല്ലാ സൂപ്പർ മാർക്കറ്റ്സും ഹൈപ്പർ മാർക്കറ്റ്സും എയർപോർട്ട്സും ഹോസ്പിറ്റൽസിലേക്കൊക്കെ നമുക്ക് എത്തിക്കാനായിട്ട് അത് കൂടുതൽ അവിടെയുള്ളവർക്കും ഉപയോഗപ്രദമാകും. അപ്പോൾ ഇത് ഓൺലൈനിൽ നമുക്ക് കിട്ടാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ? മീൻസ് ഓൺലൈനിൽ പ്ലാറ്റ്ഫോമിലൊക്കെ കിട്ടും. ഞങ്ങളുടെ പ്രൊഡക്ട്സ് ചില പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. ഓൺലൈനിൽ ഇതിലെല്ലാം ഞങ്ങളുടെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ മാത്രമല്ല, നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബിസിനസ് എന്നതിനേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും. 2018 ഫ്ലഡ് ഉണ്ടായ സമയത്ത് പെട്ടെന്നല്ലേ എല്ലാ സ്ഥലത്തും വെള്ളം കയറിയത്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങളുടെ ഒപ്പം നിന്ന് എല്ലാ റിലീഫ് ക്യാമ്പിനും ഞങ്ങൾ ഇഡ്ഡലി, ചപ്പാത്തി, ഇങ്ങനെ ആൾക്കാർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് മൊത്തം ഞങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഞങ്ങളുടെ ഒരു കമ്പനിക്ക് മാത്രമാണ് അവിടുത്തെ കളക്ടർ വന്നിട്ട് സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ചെയ്ത് കൊടുത്തത്. ബാക്കി ആരുടെ അടുത്തൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത് കൊടുത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിൽ ഞങ്ങളുടെ സ്റ്റാഫ് വന്നിട്ട് 100% ഞങ്ങളുടെ ഒപ്പം നിന്നിട്ടുണ്ട്. അതായത് ആ സമയത്ത് ഫ്ലഡിന്റെ ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇത്രയും ഫുഡ് പ്രോഡക്ട്സ് നമുക്ക് അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു വിപത്ത് വന്നപ്പോൾ നമുക്ക് ഹോം ഫ്രഷ് സ്വാമി പ്രോഡക്ട്സ് ഒരു കാര്യം, നമുക്ക് ഇത്രയും ഫുഡ് പ്രോഡക്ട്സ് നമുക്ക് സപ്ലൈ ചെയ്ത പോലെ ഇനിയും ഒരു വിപത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയ ഹെൽപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഒരു വിപത്തിനി ഉണ്ടാകാതിരിക്കട്ടെ. ഉണ്ടായാൽ ഇൻ കേസ് ഉണ്ടായാൽ തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സഹായം നാട്ടുകാരുടെ കൂടെ നിൽക്കും. ഞങ്ങളുടെ പ്രോഡക്റ്റ് കോട്ടയം ജില്ലയിൽ മാത്രമല്ല, ഈവൻ ഞങ്ങളുടെ പ്രൊഡക്റ്റ് വന്നിട്ട് ഫ്ലഡിന്റെ സമയത്ത് കാലിക്കറ്റ് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതെ, നമ്മൾ അങ്ങനെ പറയാൻ കാരണം ബിസിനസ് മാത്രമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ആ ബിസിനസ്സിൽ നിന്നും വിട്ട് ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യാനായിട്ട് മനസ്സ് വരുന്നത് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അവിടെ. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിളായിരുന്നു സാറിന്റെ ആദ്യത്തെ ഒരു ഗൾഫിൽ നിന്നൊക്കെ വന്ന ശേഷം സൈക്കിളായിരുന്നു സാറിന്റെ വാഹനം. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ സാർ ഇപ്പൊ ഉപയോഗിക്കുന്ന വാഹനം ഏതാണ്? എനിക്ക് പണ്ടേ ഒരു UAE ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഒരു പവർഫുൾ വണ്ടിയിൽ 4 വീൽ ഡ്രൈവിൽ ഒരു ക്രേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ യൂസ് ചെയ്യുന്ന എൻഡേവർ ആണ്. അപ്പൊ സൈക്കിളിൽ നിന്നും എൻഡേവറിലേക്കുള്ള ഒരു മാറ്റം അല്ലേ? അതൊരു ചെറിയ മാറ്റമല്ല, ചെറിയ കാലയളവല്ല, 18 വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയ മാറ്റം, വലിയൊരു അച്ചീവ്മെന്റ് ആണ് സൈക്കിളിൽ നിന്നും എൻഡേവറിലേക്കുള്ള ഒരു അച്ചീവ്മെന്റ്. ഇന്നത്തെ ഒരുപാട് ആളുകൾ, അത് യുവാക്കളായാലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ത്രീകളായാൽ പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ബിസിനസ്സിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു വിജയം നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സൈക്കിളിൽ നിന്നും എൻഡേവറിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു ബിസിനസ് യാത്ര എന്താണ്? അങ്ങനത്തെ ഒരു ബിസിനസ് യാത്രയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് സാറിന് കൊടുക്കാവുന്ന ഒരു ടിപ്പ്, ട്രിക്ക് എന്താണ്? ബിസിനസ്സിന് എളുപ്പവഴികളില്ല, അതിന് നമ്മൾ സ്ട്രഗിൾ തന്നെ ചെയ്യണം. അതെ, ഒന്ന്. രണ്ടാമത് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അപ്പം നമ്മൾ കസ്റ്റമേഴ്സിനോട് ആ നമ്മുടെ മനസ്സ് നിറഞ്ഞ ആ ഒരു നമ്മൾ കസ്റ്റമേഴ്സിന് ആ ഒരു വില കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ തീർച്ചയായിട്ടും തിരിച്ച് നമുക്കും ആ വിശ്വാസം ഇങ്ങോട്ട് തരും. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കും. ക്വാളിറ്റി പ്രൊഡക്റ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ട് നമുക്ക് അതിന് വേണ്ടി വരില്ല. നേരത്തെ ഞാൻ ഇപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് വരെ കസ്റ്റമേഴ്സ് പലരും വിളിക്കും. ഒരുപാട് പേര് പറയും പ്രൊഡക്റ്റ് നന്നായിട്ടുണ്ടെന്ന് പറയും. ചിലർ പല ഇഷ്യൂസ് പറയും. അപ്പോൾ ഈ നല്ലതെന്ന് പറഞ്ഞവരും ഈ ഇഷ്യൂസ് പറയുന്നവരുടെയും വീട്ടിൽ കൊറോണയ്ക്ക് മുമ്പ് വരെ ഞങ്ങൾ ഒരുമിച്ച് അവരുടെ വീട്ടിൽ പോകുമായിരുന്നു. തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്, കൊല്ലത്ത് പോയിട്ടുണ്ട്, കായംകുളം, കണ്ണൂർ, കോഴിക്കോട്, ഇങ്ങനെ പല കസ്റ്റമേഴ്സ്, ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട്. പക്ഷെ അന്ന് നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തുമായിരുന്നു. ഈ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ നമ്മൾ ആ സമയത്ത് പോകുമ്പോൾ ആ കസ്റ്റമറിൻ്റെ ഒക്കെ വീട്ടിൽ പോയി അവരുടെ കൂടെ സംസാരിച്ച് അപ്പോൾ ആ ഒരു കസ്റ്റമർ ബേസ് നമുക്കിപ്പോൾ ഉണ്ട്. ഒരുപാട് ആൾക്കാർ, 100 കണക്കിന് കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അല്ല, അത് വലിയൊരു കാര്യമാണ് കേട്ടോ മാം. കാരണം ഇങ്ങനത്തെ ഇത്രയും വലിയൊരു കമ്പനിയുടെ ആ ഒരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വീടുകളിൽ പോയിട്ട് അവരോട് സംസാരിച്ച് അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്രോബാക്ക് ഒക്കെ മനസ്സിലാക്കി അവർക്ക് അത് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ടച്ചിങ് ആയിട്ടൊരു സംഭവം, തിരുവനന്തപുരത്ത് ഒരു മുത്തശ്ശി, ഒരു 70-75 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ അവർ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വിളിക്കും.
അപ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങൾ ഒരിക്കൽ പോയി. അപ്പോൾ മുത്തശ്ശി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ 2 പാക്കറ്റാണ് ആ മുത്തശ്ശി വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ചു, നമ്മൾ ഇന്ന പോലെയാണ്. അവിടെ പോയപ്പോൾ ഇത്രയും പ്രായമായ ഒരു സ്ത്രീയാണ്, നമുക്ക് വല്ലാത്തൊരു അനുഭവമായി പോയി. അതെ അതെ, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് പോയിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണല്ലോ അത്. തീർച്ചയായിട്ടും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫ്ലഡ് വന്ന സമയത്തുള്ള ഒരു ഹെൽപ്പായാലും ഇപ്പം ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളായാലും അതൊരു ബിസിനസ്മാന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു മനുഷ്യത്വം എന്ന നിലയിലേക്കും നമുക്ക് ആ ഒരു ബിസിനസ്സിനെ കണക്കാക്കാം എന്നുള്ളതിന്റെ ഒരു സൂചനയാണത്. തീർച്ചയായിട്ടും അത് എപ്പോഴും ഉണ്ടാകുമെന്നും വിചാരിക്കുന്നു. അതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അപ്പം മാമും ഇതിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ടാവില്ല. ഇപ്പം ചിലപ്പം ഭർത്താവാണെങ്കിൽ ചിലപ്പോൾ സംരംഭകനാണ്, ബിസിനസ്മാനാണ്, അതിന് പോകണ്ടെന്ന് വിചാരിക്കുന്ന ചില നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ചില ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. അപ്പം മാമും അങ്ങനെ കൂടെ പോകുമായിരുന്നോ സാറിന്റെ കൂടെ? അങ്ങനെ രണ്ടാളും ഒരുമിച്ചാണ് പോകുന്നത്. ഒരുമിച്ച് പോയിട്ടാണ് ഇങ്ങനെയൊക്കെ അവരുടെ സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുന്നത്. കുട്ടികളെയും കൊണ്ടുപോകും. ഓക്കെ ഓക്കെ. അതൊരു ഫാമിലി മൊത്തമായിട്ട് നമുക്ക് ഒരു ബിസിനസ്സിന്റെ കൂടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ബിസിനസ് വലിയൊരു വിജയത്തിലേക്കും എത്താനായിട്ടുള്ള ഏറ്റവും വലിയ പോയിന്റും അത് തന്നെയാണ്. പലപ്പോഴും നമ്മളൊരാൾ ഇപ്പോൾ ഒരു ആസ് എ വുമൺ അല്ലെങ്കിൽ ആസ് എ മാൻ മാത്രമായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചെന്ന് വരില്ല. അല്ലെങ്കിൽ ഇത്രയും ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫുഡ് പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ് സാർ 18 വർഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് തീർച്ചയായിട്ടും ഈ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ ഹോട്ട് സീറ്റിൽ ഇപ്പം ഇരിക്കുന്നത്. നമ്മുടെ ഹോം ഫ്രഷ് സ്വാമി പ്രൊഡക്ട്സിന് എന്നെപ്പോലുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും. പക്ഷേ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ചും കൂടെ കസ്റ്റമേഴ്സ് ചിലപ്പോൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് സാറിനുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കസ്റ്റമറും ഒരേപോലെയാണ്. കാരണം നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുപോലെയാണ് കാണുന്നത്. അപ്പോൾ അതിൽ ഒരു വ്യത്യാസം നമുക്കില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ തട്ടുകട മുതൽ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ 5 സ്റ്റാർ ഹോട്ടൽസ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സ് എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ എങ്കിലും ഒരുപാട് കസ്റ്റമേഴ്സ്, അതായത് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അതായത് ജഡ്ജസ് വിളിക്കാറുണ്ട്, കമ്മീഷണർ, പോലീസ് കമ്മീഷണേഴ്സ്, ജഡ്ജസ്, പിന്നെ ഈ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, റേഡിയോ ജോക്കീസ്, ഈ ഓൾ ഇന്ത്യ റേഡിയോ, ഇത് അതുപോലുള്ള ഒരുപാട് TV ചാനൽസിലുള്ള ആൾക്കാർ, ഇങ്ങനെ പലരും നമ്മുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ അവർ വിളിക്കാറുണ്ട്. അപ്പോൾ അവർ വിളിച്ച് നമുക്കൊരു ടെസ്റ്റിമോണിയൽ തരുമ്പോൾ നമുക്ക് അതിലൊരു മനസ്സിന് എപ്പോഴും നമുക്കൊരു ഇൻസ്പയറിംഗ് ആണ്. അതെ അതെ, ഒരു എൻകറേജിങ് ആൻഡ് ഇൻസ്പിറേഷൻ ആണ് നമുക്ക് അങ്ങനെയുള്ള ഫീഡ്ബാക്സ് കേൾക്കുമ്പോൾ. പ്രത്യേകിച്ച് ജഡ്ജിമാരെ പോലുള്ളവരൊക്കെ വിളിക്കുമ്പോൾ നമുക്കത് അവരൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുക. നമുക്കറിയില്ല, നമുക്കിത് ആരാണ് വിളിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതാണ് ഒരു 2 മാസം മുമ്പ് ഒരു ജഡ്ജി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് വളരെ ശാന്തനായിട്ട് സംസാരിച്ച്. അപ്പോൾ അവസാനം ഇപ്പം ആരാന്ന് നമുക്കറിയില്ല. അവസാനം എല്ലാം കസ്റ്റമറെല്ലാം സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത് ഞാൻ ഇന്ന ജഡ്ജിയാണ് എന്ന് പറഞ്ഞു. വളരെ സന്തോഷം എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം അവിടെ വരെ, അതായത് ഒരു സാധാരണക്കാരന് ഒരു ജഡ്ജി വരെ നമ്മുടെ പ്രൊഡക്റ്റ് എത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ആ കുഞ്ഞിനെ പോലെയാണ് നമ്മൾ ഒരു ബിസിനസ് കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന അതേ ഫുഡിന്റെ അതേ ക്വാളിറ്റിയിലാണ് നമ്മളത് വിപണിയിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു സാധാരണക്കാരൻ ഒരു ജഡ്ജി വരെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എത്തുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. സാർ അപ്പം നേരിട്ട് തന്നെയാണ് സാർ പലപ്പോഴും കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോകുന്നത്, അല്ലെങ്കിൽ ഷോപ്പുകളിലൊക്കെ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അല്ലെങ്കിൽ രസകരമായി തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഓർമ്മ വെക്കാൻ തോന്നിയിട്ടില്ല, ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് ചില സമയത്ത് ഞാൻ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ചിലപ്പോൾ വല്ലപ്പോഴും ഒന്ന് പോകാറുണ്ട്. വെറുതെ ഒരു റാക്കിൽ കുറേയധികം പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ വെറുതെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ അവിടെ കൈയും കെട്ടി ചിലപ്പോൾ നോക്കിയിരിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് കസ്റ്റമർ വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കുറേ അധികം പ്രൊഡക്ട്സ് ഉണ്ടാവും. പക്ഷെ കസ്റ്റമറിൻ്റെ കൈ എത്തുന്നത് ഞങ്ങളുടെ പ്രൊഡക്റ്റിലാണ്. അത് കാണുമ്പോൾ നമുക്ക് വളരെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ. കാരണം നമ്മൾ ചെയ്യുന്ന എഫേർട്ടും നമ്മൾ ആ കസ്റ്റമറിന് കൊടുക്കുന്ന വിശ്വാസവും കസ്റ്റമർ നമുക്ക് തിരിച്ചു തരുന്നു എന്ന് നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ട്രസ്റ്റ്, ആ ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഗുഡ് വിൽ. അപ്പോൾ ആ ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഗുഡ് വിൽ അവിടെ ഉള്ളതുകൊണ്ടാണ് കസ്റ്റമർ നേരെ പോയി ഞങ്ങളുടെ പ്രോഡക്റ്റ് എടുത്ത് പിക്ക് ചെയ്യുന്നത്.